അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിൽ പഞ്ഞിക്കിട്ടു. കരമന സ്പെഷ്യൽ ജയിലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും വാസുവുമൊക്കെ ആ ജയിലിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശക്തമായ സംരക്ഷണമുണ്ട് ജയിലിൽ. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി സെല്ലിലുമല്ല കിടക്കുന്നത്. എന്തായാലും ഒരു മോഷ്ടാവായ ഒരു തടവുകാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തല്ലിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നന്നായി മർദ്ദനമേറ്റു. ജയിൽ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആശുപത്രിയിൽ ആയേനെ. സംഭവത്തിൽ പരാതി തരാൻ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ പരാതി നൽകിയിട്ടില്ല. കരമന സ്പെഷ്യൽ ജയിലിൽ രാജകീയ സൗകര്യങ്ങളോടുകൂടി അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിയുന്നു എന്നാരോപിച്ചാണ് മോഷ്ടാവായ മോഷണ കുറ്റത്തിൽ തടവിലാക്കപ്പെട്ട തടവുകാരൻ ആക്രമിച്ചത്. നന്നായി തല്ലുകിട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നാണ് വിവരം. എന്തായാലും ജയിലധികൃതർ ഇത് ഒളിച്ചു വയ്ക്കുന്നു. ജയിലധികൃതർ തടവുകാരനെ പിടിച്ചു മാറ്റുകയും അയാളെ കെട്ടിയിടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. തടവുകാരൻ അത്ര അക്രമാസക്തൻ ആയിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മർദ്ദനം ഏറ്റത്. ഇതോടുകൂടി ജയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജയിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാജകീയ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന ആരോപണം മറ്റ് തടവുകാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സെല്ലിൽ കിടക്കണ്ട, ജയിലിലെ മെയിൻ ഹാളിൽ കിടക്കാം. അങ്ങനെയുള്ള ഒരുപാട് വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ ഒരുപാട് VIP ട്രീറ്റ്മെൻറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് മറ്റ് തടവുകാരുടെ കണ്ണിൽ അമർഷമുണ്ടാകാനുള്ള കാരണം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ രാജകീയ സൗകര്യത്തോടുകൂടി കഴിയുമ്പോൾ തങ്ങൾ സെല്ലിൽ കഴിയുന്നു. ഇതാണ് തടവുകാരനെ പ്രകോപിപ്പിച്ചത്. അമർഷമുള്ള തടവുകാരൻ്റെ പ്രതിനിധിയായിട്ടാണ് മോഷ്ടാവായ തടവുകാരൻ, മോഷണക്കുറ്റത്തിൽ ജയിലിലടയ്ക്കപ്പെട്ട തടവുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഞ്ഞിക്കിട്ടത്. ഈ സംഭവം അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണ് ജയിൽ അധികൃതർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം തടവിൽ കഴിയുന്ന തടവുകാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മർദ്ദിക്കുന്നത് കണ്ട് തടവിലായ മറ്റ് തടവുകാരാണ് ജയിലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഓടിയെത്തി ജയിലുദ്യോഗസ്ഥർ മർദ്ദിച്ചയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മർദ്ദനമേറ്റ് തറയിൽ വീണു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി മർദ്ദിച്ചയാൾ ചെകിട്ടിലാണ് ആദ്യമായി അടി കിട്ടിയത്. പിന്നീട് തുരുതുര ഇടിയായിരുന്നു. ഒറ്റ ഇടി കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലത്ത് വീണു. ഈ സമയത്ത് ജയിലുദ്യോഗസ്ഥർ ഓടിയെത്തി ഈ തടവുകാരനെ പിടിച്ച് മാറ്റുകയായിരുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ സുരക്ഷിതനല്ല എന്നാണ് ജയിലുദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ അനുമാനം. അതുകൊണ്ട് തന്നെ അയാൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടാൽ പണി കിട്ടും എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ശബരിമലയുടെ മറവിൽ വൻ തീവട്ടിക്കൊള്ളയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. തീവട്ടിക്കൊള്ളയിലൂടെ ഇയാൾ സമ്പാദിച്ചത് കോടികളാണ്. അയ്യന്റെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതിൻ്റെ തിരിച്ചടിക്ക് കാരണമാവുകയും ചെയ്തു. പോറ്റിയുമായി ബന്ധമുള്ള അടൂർ പ്രകാശും മറ്റും ഇപ്പോൾ കുടുക്കിലായിരിക്കുകയാണ്. അടൂർ പ്രകാശ് മുതൽ സോണിയാഗാന്ധി വരെ നീളുന്ന വൻകിട രാഷ്ട്രീയക്കാർ പോറ്റിയുടെ അടുപ്പക്കാരാണ്. ഇടതുപക്ഷത്തും പോറ്റിയുടെ അടുപ്പക്കാരുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇടതും വലതും സ്വർണ്ണമോഷണ കേസിൽ കുടുങ്ങി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തല്ല് കിട്ടിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തല്ല് കിട്ടിയ സംഭവം ജയിലധികൃതർ രഹസ്യമായി വെച്ചിരുന്നുവെങ്കിലും പൊളിറ്റിക്സ് കേരളയ്ക്ക് ആ റിപ്പോർട്ട് കൃത്യമായി ലഭിക്കുകയായിരുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കൂടുതൽ സുരക്ഷിതനാണ്. ജയിലിൽ തല്ല് കിട്ടാതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് ജയിൽ ഉദ്യോഗസ്ഥർ.